വളരെ സന്തോഷത്തോടുകൂടി ഉപാധികളൊന്നുമില്ലാതെ കോൺഗ്രസിൻ്റെ ജനാധിപത്യ മതേതരത്വ പ്ലാറ്റ്ഫോമിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഈ ജില്ലയിലെ ഏറ്റവും തഴക്കവും പഴക്കവും ചെന്ന BJPയുടെ നേതാവായിരുന്ന ശ്രീ മധു എടുത്ത തീരുമാനത്തെ കോൺഗ്രസ് വളരെ വിശാലമായ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണവും പാർട്ടി തലത്തിൽ ഉണ്ടാകും. അത് നേതൃത്വവുമായി ചർച്ച ചെയ്യും. പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വ്രണിതമായ വികലമായ BJPയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഇനിയും ഒരുപാട് പേർ BJPയിൽ നിന്ന് കടന്നു വരും. അതിൽ സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട നിരവധി ആളുകൾ കടന്നു വരുന്നു. അതിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ മധു. തീർച്ചയായും കോൺഗ്രസിൻ്റെ വിശാല ജനാധിപത്യ മതേതരത്വ പ്ലാറ്റ്ഫോം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാർക്കും ഏറ്റവും ദേശീയ രാഷ്ട്രീയം മുൻനിർത്തി പ്രവർത്തിക്കാൻ കൂടുതൽ കരുത്തേകും എന്ന് ഞങ്ങളൊക്കെ പ്രത്യാശിക്കുക. ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്ത് എവിടെയൊക്കെയോ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഏറെക്കാലം ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച മധു പ്രാദേശിക രാഷ്ട്രീയം കൂടി വളർന്നു വന്ന നേതാവ് എന്നൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്ത് തകരാൻ പാടില്ല, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടായിരിക്കും അദ്ദേഹം തീരുമാനമെടുത്തത്. അദ്ദേഹം വന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഐക്യം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്കാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ പരിഗണനകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുമെന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അദ്ദേഹം നല്ല പൊതുപ്രവർത്തകനാണ്, നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്, മനുഷ്യ സ്നേഹിയാണ്. ആ സ്നേഹം അവരുടെ പാർട്ടിയിൽ പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ താഴെത്തട്ട് മുതൽ പ്രവർത്തിക്കാനും പ്രവർത്തകരോട് യോജിച്ച് നിൽക്കാനും അതിനെ സംബന്ധിച്ച് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. ഞാൻ മധുവിനെ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ സന്ദീപ് വാര്യർ, അതാണ് മധു. സന്ദീപ് വാര്യർ തുടങ്ങി വെച്ച ആ ചലനം, അതിൻ്റെ തുടർ ചലനം കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും. മധുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് DCC പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറ്റും അതുപോലെ IC ബാലകൃഷ്ണൻ MLA യും എല്ലാം സ്വാഗതം ചെയ്തതോടൊപ്പം ഞാനും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.